അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ കൂടെ ഈ സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സായി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഒരു ടൈലറായി വീട്ടിൽ ചെയ്യുകയാണോ അതോ ഷോപ്പിടുകയോ ഒക്കെ ചെയ്യണവർക്ക് അത് തുടങ്ങുന്നതിൻ്റെ മുന്നേ തുടങ്ങിയവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിലൂടെ പറയാൻ പോണത്. നിങ്ങളെല്ലാവരും പേടിച്ചിട്ട് ചെയ്യാത്തവരുണ്ടാവും. കോൺഫിഡൻസ് കുറവുണ്ട്, ഞാൻ ചെയ്താൽ റെഡിയാവോ ഇല്ലേ എന്നുള്ള പേടി. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരൂലേ, ഒരാളെ ഡ്രസ്സ് ചെയ്തെടുത്താൽ ഓൽക്കത് റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പേടികൾ ഇങ്ങനെ മനസ്സിലിട്ട് നിൽക്കണവർക്ക് ഈ 2024 കഴിഞ്ഞ് 2025 കടക്കുന്ന ഈ ഒരു അവസരത്തിൽ പുതിയൊരു തുടക്കം എന്നോണാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ പറയാൻ പോണത്. ഇതിൽ കാണിക്കുന്നത് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. പക്ഷേ അത് ഞാൻ വെറുതെ ഒരു വീഡിയോക്കും വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണവർക്ക് ഇതിൽ നിന്നും മനസ്സിലാവും കേട്ടോ. ആദ്യം തന്നെ മടി പിടിച്ചിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. നന്നായി സ്റ്റിച്ച് ചെയ്യാനറിയും, പക്ഷേ ഭയങ്കര മടിയായിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് അവരാദ്യം കണ്ടുപിടിക്കണം. അതാണ് കേട്ടോ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർക്ക് കട്ട് ചെയ്യാനായിരിക്കും ഭയങ്കര മടി. കാരണം എനിക്കൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ടൈം പിടിച്ചിന കാര്യമാണ്, ഭയങ്കര മടിയാണ്. കട്ട് ചെയ്താണ്ട് കിട്ടിയാൽ ഞാനത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തോളും. അതേപോലെ അപ്പോൾ ആ മടിയിൽ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഭാഗം കട്ട് ചെയ്യാനാണ് അതിന് നമ്മൾ സ്പ്ലിറ്റായി തിരിക്കുക, സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നെക്കിൻ്റെ കട്ടിങ് ആദ്യം, അല്ലെങ്കിൽ ഒരു ചുരിദാറാണെന്ന് വെച്ചെങ്കിൽ പാൻറ്റിൻ്റെ കട്ടിങ്, ടോപ്പിൻ്റെ കട്ടിങ്, ബ്ലൗസ് ആണെങ്കിൽ ആ ബ്ലൗസ് എങ്ങനെ ഞാൻ കട്ട് ചെയ്യണം അതിനൊക്കെയുള്ള പാറ്റേൺ കാര്യങ്ങൾ ഇതൊക്കെ വെട്ടിയാൽ തുണിക്ക് വെട്ടുമ്പോൾ തെറ്റുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ നമ്മൾ ആദ്യം പാറ്റേൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യട്ടോ. ആദ്യം നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മളെ മടിയാണ്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയും, ഇത് ഞാൻ ചെയ്യും, അങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത ഓരോ വർക്കുകളൊക്കെ എൻ്റെ മുന്നിലേക്ക് വരുമ്പം കണ്ണ് മുറുക്കി പൂട്ടി ഞാനത് ചെയ്യുമെന്ന് പറയും കോൺഫിഡൻസോട് കൂടി. പക്ഷേ എൻ്റെ കെട്ടിയവനോട് പറയും എനിക്കത് കജ്ജുമോ, ഇത് കൊളാക്കുമോ കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ചെയ്യും, കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നല്ല, ചെയ്യും ഞാനെന്നുള്ളൊരൊറ്റ കോൺഫിഡൻസ് മതി നമുക്ക് റെഡി ആവാൻ. അറിയണ കാര്യമാകുമ്പോൾ നമ്മളത് സ്പീഡ് ശ്രദ്ധിക്കാതെ ചെയ്തു പോകും. പക്ഷേ അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് നല്ലോണം ശ്രദ്ധിച്ച് അതിന് വേണ്ട വീഡിയോസ് കാര്യങ്ങൾ കണ്ട് ചിലപ്പം വേറൊരു ഡ്രസ്സിലത് ചെയ്ത് നോക്കി ഒക്കെ ചെയ്തിട്ടേ കരയെ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ ചെയ്യാൻ നോക്കുക. നമ്മളെ മനസ്സ് എത്ര തന്നെ നമ്മളോട് അത് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞാലും നമ്മൾ പറയാം അത് കഴിയും. നമ്മൾ ആ ഒരു ഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തൊരു ഡ്രസ്സാണ് വന്നത് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഉണ്ടോയെന്നൊന്ന് നമ്മൾ തരിക. എന്നിട്ട് ആ വീഡിയോ 2 or 3 ആൾക്കാരിട്ടത് വേറെ ചാനലുകാരതായാലും വേറെ ഭാഷയിലുള്ളതായാലും നമ്മൾ കണ്ടു നോക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയണത് തിരിഞ്ഞിട്ടില്ലെങ്കിലും കണ്ടാൽ നമുക്ക് കുറേ കാര്യങ്ങൾ തരും. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിട്ട് നമുക്ക് ആദ്യം അതിന് എന്ത് മനസ്സിലായി എന്നുള്ളത് നമ്മളൊരു പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ട് അതാദ്യം നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്യുക. അങ്ങനെ ആ കാര്യത്തിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. അത് അറിയണവനും അറിയാത്തവനൊക്കെ ചിലപ്പോൾ ഈ മടിയേക്കാരെ നമ്മളെ പിറകോട്ട് വലിക്കണം. ഇനി പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് വെച്ചെങ്കിൽ അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ കോൺഫിഡൻസ് കുറവിനെ മാറ്റി വെക്കുക. ആദ്യം പറഞ്ഞില്ലേ മടിയൊക്കെ മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. അതേപോലെ നമ്മളോട് കുറേ കണ്ടീഷൻസ് പറയുന്ന ആൾക്കാരുണ്ടാവും. സ്റ്റിച്ച് ചെയ്താൽ അത് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അതങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല, സ്ലിറ്റ് അങ്ങനെ വരണം, നെക്ക് അങ്ങനെ വരണം, ഇങ്ങനെ കുറേ വൈഡാകാൻ പാടില്ല, ഇത് കുറേ വൈഡായി വരണം, സ്ലീവ് കുറയാൻ പാടില്ല, സ്ലീവ് കൂടാൻ പാടില്ല, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടിരുന്ന ഓരോരുത്തർക്കും. അത് ഞമ്മക്കായാലും ഉണ്ടാവും. കാരണം അവനവൻ കൊടുക്കണ തുണിമേൽ അവനവനൊരു വിശ്വാസം ഉണ്ടാവില്ല, അതാവുമോ അവൽ ചെയ്യുമോ അല്ലേ എന്നൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് ഇതാകണോലാണെങ്കിൽ കണ്ടീഷൻ വെക്കണോലെ ഡ്രസ്സ് പൊതുവേ ഒഴിവാക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, അല്ലെങ്കിൽ പതുക്കെ അത് ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് ഈ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണ്, അതുകൊണ്ട് എന്തേ തെറ്റിയാലൊന്നും കുഴപ്പമില്ല, ഈ ചെയ്ത് നോക്കിക്കോനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് തരുന്ന പോലെ ഡ്രസ്സ് നമ്മൾ ആദ്യം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് കൂടും. പിന്നെ ചെയ്ത് കൊടുക്കണ കാര്യം കഴിയണതും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. ഈ 2025 നമുക്കൊരു പുതിയ തുടക്കമാവട്ടെ എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ സ്റ്റിച്ചിങ്ങിൽ ഞാൻ എങ്ങനെ കയറി വരണോ എന്നുള്ളത് ഈ ഒരു വർഷം കഴിയുമ്പം സ്റ്റിച്ചിങ് ലെവലിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണം എന്നുള്ള രീതിക്ക് നമ്മൾ മാറണമെന്ന് നമ്മൾ തന്നെ ആദ്യം വലിയൊരു ഗോളായി ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മളിങ്ങനെ
കണക്ക് കൂട്ടി ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആഴ്ചയും എന്ത് ചെയ്യണം, ഓരോ മാസവും എന്ത് ചെയ്യണം, ഇങ്ങനെ വന്ന് ഇതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാണ്ടാവും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നോക്കുക. അതൊക്കെ നമ്മൾ കറക്റ്റായി എഴുതി വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അടുത്തതായി പറയണ്ടല്ലോ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയണം. ചുരുങ്ങിയത് ഒരു ചുരിദാറോ ബ്ലൗസോ കയ്യിൽ കിട്ടിയാൽ ആ ഡ്രസ്സിൽ നിന്നെങ്കിലും അളവെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇല്ലെങ്കിൽ ബോഡിയിൽ നിന്നെങ്കിലും അളവെടുത്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അടുത്തതായിട്ട് ബാഡായിട്ടുള്ള കസ്റ്റമറും നമുക്കുണ്ടാവും, നല്ല കസ്റ്റമറും നമുക്കുണ്ടാവും. രണ്ട് കൂട്ടരും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. നമ്മളൊക്കെ റെഡിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കാരം നമ്മളോട് പറയാം ഇത് ചെറുതായിട്ട് സ്ലിറ്റ് ഒന്ന് ചെരിഞ്ഞു പോയി, അത് പറ്റൂല. നമ്മൾ കഴിച്ച് ചെയ്യേണ്ടി വരും. നെക്ക് വരെ കഴിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. നെക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിഫ് വെച്ച് അടിച്ച് മറച്ച നെക്ക് വീണ്ടും കഴിച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. നെക്കിൻ്റെ അത്ര പിന്നെ ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്നും നമുക്ക് വരില്ല. അത്രയും ബുദ്ധിമുട്ട് അതൊക്കെ ചെയ്യിക്കണവരുണ്ടാവും. പക്ഷേ നമ്മൾ കോൺഫിഡൻസോട് കൂടി അതൊക്കെ വീണ്ടും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരിക്കണം. നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാൻ തയ്യാറായാൽ ആ കസ്റ്റമർക്ക് നമ്മളിലൊരു മതിപ്പുണ്ടാവും. നമ്മളെ കയ്യിൽ നിന്ന് തെറ്റിയാലും നമ്മൾ തന്നെ ചെയ്ത് തരുന്നുള്ളത്. ഈ വലിയ വലിയ ഷോപ്പുകാരൊക്കെ ഓലോട് കൊടുക്കുന്നല്ലാതെ ചില ഷോപ്പുകാരൊക്കെ തെറ്റീന് പിന്നെ റെഡി ആക്കണം എന്ന് പറഞ്ഞാൽ ഓല് അത് പതുക്കെ ഓല കയ്യിൽ നിന്ന് കൈ ഒഴിഞ്ഞ് പോവുക ചെയ്യുക. അപ്പോഴാണ് ഈ വീട്ടിലുള്ള ആൾക്കാരെ ബല ആശ്രയിക്കുക, വീട്ടിൽ സ്റ്റിച്ച് ചെയ്യണോലെ. ഈ കുലുമാല് എന്ന് പറഞ്ഞ കേസാണ് ആൾട്ടറിങ് വർക്ക്. ആൾട്രേഷന് കൊണ്ടുവരുന്ന വർക്കിൻ്റെ അത്ര പണിയുള്ളൊരു വർക്ക് വേറെ ഉണ്ടാവില്ല. എന്നാൽ അതിനോ പൈസറ്റേ കിട്ടൂല. അങ്ങനെയുള്ള വർക്കുകളേക്കാരം ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തേക്കാരം അത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാനല്ലേ ഉള്ളൂ, ഇതൊന്നും ഇതാക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ കാര്യം പറയാം. പക്ഷെ ആ ഡ്രസ്സ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിച്ചിട്ട് വേണം, അയച്ച് കട്ട് ചെയ്തിട്ട് വേണ്ടി വരും നമ്മളത് ആൾട്രേഷൻ ചെയ്യണമെങ്കിൽ. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് അത്രേ ചെയ്യാനുള്ളൂ. പക്ഷേ ഒരു പുതിയൊരു തുണി നമ്മളെ കയ്യിൽ കിട്ടിയാൽ സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ പകുതി ടൈമേ ചിലപ്പോൾ നമുക്ക് എടുക്കുള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം ഏതൊരു കാര്യം. അതേപോലെ ഈ കസ്റ്റമർ എന്ത് പറഞ്ഞാലും നമ്മളത് തിരുത്തി ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ ഇരട്ടി എല്ലാം ചെയ്ത് നന്നായാലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നിങ്ങൾ ചെയ്താൽ നന്നാവില്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. ഓല മൈൻഡ് ചെയ്യാതെ വിടുക. ഓല പറഞ്ഞ പോത്തിന് പഠിച്ചോനെ എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല, ഞാനിനി ഇത് ചെയ്യണില്ല, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇതിന്ന് പിന്മാറുന്നതിന് പകരം അതേ സാധനം ഓല മുന്നിൽ കൂടെ നമ്മൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓൽക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടും റെഡിയാക്കി കൊണ്ടുവരാൻ കഴിയണതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് നമ്മളെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പടി കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അതിൽ പറഞ്ഞില്ലേ, നമ്മളടുത്ത് നിന്ന് ഇപ്പോൾ ഒരു തെറ്റ്, ഒരു ഡ്രസ്സ് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്കൊരു തെറ്റ് വന്നു പോയി. ആ തെറ്റ് ചിലപ്പോൾ സ്ലീവൊക്കെ അടിക്കണ സമയത്ത് കക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ യോക്ക് ഭാഗവും സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഭാഗം യോക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തുണി പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്കപ്പോൾ ചെറിയൊരു പിടുത്തേ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ നിർത്തി നോക്കുമ്പോൾ ആ പിടിച്ചത് നമുക്ക് വലിയൊരു ഫാൾട്ടായിട്ട് അവിടെ കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പിടിച്ചിനെന്ന് തോന്നിയാൽ അപ്പം തന്നെ അത് കഴിച്ചിട്ട് അയച്ചടിക്കുക. അല്ല വെച്ച് ഫുള്ളടി കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ അയച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊക്കെ ആദ്യത്തിൽ ഭയങ്കര മടിയേനി തെറ്റിയ കഴിച്ചെടുക്കാൻ. ഭയങ്കര അത്രയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു പരിപാടി വേറെ ഇല്ല. പിന്നെ ഞാൻ ഏതായാലും അത് നിർത്തി വെച്ചപ്പോൾ ആ ഡ്രസ്സിൽ ഒരുപാട് ഫാൾട്ടുകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ശരിയായ പ്രവണതയല്ല. ഞാൻ എന്ത് പണിയായിട്ട് എന്ത് തെറ്റ് വന്നാലും അത് അപ്പം തന്നെ അയച്ചെടുക്കും. പിന്നെ അങ്ങനെ അയച്ചെടുത്ത ഒരു പ്രശ്നവും പിന്നീട് ഞാൻ തെറ്റിച്ചിട്ടില്ല. അതേപോലെ ഈ തെറ്റിയിട്ടും അയച്ചെടുക്കാതെ സ്റ്റിച്ച് ചെയ്തതൊക്കെ ആ തെറ്റൊക്കെ ഞാൻ പിന്നെയും ആവർത്തിച്ച തെറ്റുകളാണ്. അയിമെന്ന് ഞാൻ പഠിച്ച പാഠതാണ്, ഒരിക്കൽ തെറ്റിയ സാധനം നമ്മൾ അയച്ച് പണിതാൽ പിന്നെ ആ തെറ്റ് നമ്മൾ ആവർത്തിക്കൂല. ആ തെറ്റ് വരാതെ നമ്മൾ നന്നായി ശ്രദ്ധിക്കും. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആദ്യം ഡ്രസ്സിൽ വെട്ടിയാൽ തെറ്റുമോ എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ കാണിക്കണ പോലെ ഞാൻ പാറ്റേൺ കട്ട് ചെയ്തിട്ട് എല്ലാ കുട്ടികളുടെ ഫ്രോക്ക്, ബ്ലൗസ്, ഇങ്ങനെയുള്ള ഏത് മോഡേൺ ഡ്രസ്സുകൾ എൻ്റെ കയ്യിലേക്ക് വന്നാലും ഞാൻ ആദ്യം യോക്ക് ഭാഗം ഞാൻ പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കും. ഒരു പേപ്പറിലോ എന്തിലെങ്കിലും കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ ആ അളവൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. അല്ലാഞ്ഞാൽ എന്താ അറിയുമോ, പിന്നീട് നമ്മൾ ചിലപ്പോൾ കൈക്കുകയോ ചിലപ്പം ലൂസ് ഇടാൻ മറക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. തുണിയിലേസ് ഏറിപ്പോയാൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ലൂസ് ഇടാനൊക്കെ മറന്നു പോയാൽ പിന്നീട് അത് കൂട്ടാൻ കഴിയൂല. അവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.
ചില സമയത്തൊക്കെ ആം ഹോളൊക്കെ ഉണ്ടാവും, നമ്മൾ ഫ്രണ്ട് ആം ഹോളും വരച്ചിട്ടുണ്ടാവും, ബാക്ക് ആം ഹോളും വരച്ചിട്ടുണ്ടാവും. ഓർക്കാപ്പുറത്ത് ഫ്രണ്ട് ആം ഹോളുമ്പോൾ കൂടെ ബാക്ക് ആം ഹോളും കൂടി കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതേ തുണി തിരഞ്ഞ് പോയിട്ട് പിന്നീട് ആ തുണി ക്ലോത്ത് വാങ്ങിയിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത സംഗതികൾ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽച്ചേ ഏകദേശം സ്റ്റിച്ച് ചെയ്യും. പക്ഷേ സ്റ്റിച്ചിങ്ങിലൊന്നും കുറേ തെറ്റുകളുണ്ടായി. ഞാൻ അതൊക്കെ പഠിച്ച് ഇപ്പോഴാണ് ഞാൻ ഒരു 4 വർഷത്തിനിങ്ങോട്ടാണ് കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ ഈ വർഷത്തിൽ എൻ്റെ ഗോളായ ഫാഷൻ മേക്കർ മെഷീൻ്റെ കയ്യിൽ വന്ന് പവർ മെഷീൻ വാങ്ങി. അതിന് ശേഷം വർക്കുകൾ ഒത്തിരി റെഡിയായി. ഒത്തിരി ഫ്രോക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് കിട്ടി. ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇതൊക്കെ ഞാൻ എൻ്റെ ഓരോ വർഷത്തിലും ഗോളുകളും കാര്യങ്ങളും എഴുതി വെച്ച് അതിലേക്ക് പ്രയത്നിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പവർ മെഷീൻ എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് വാങ്ങി തരാമെന്ന് പറഞ്ഞത് ഇനി അങ്ങനെ വാങ്ങി തന്നതാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ നോക്കുക. അതേപോലെ നല്ല കോൺസെൻട്രേഷനോട് കൂടി സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. കാരണം കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയുള്ളതാണ്, ഞാനൊക്കെ ചെയ്യൽ അധികം പോലെ ഉറങ്ങിയിട്ട് രാത്രിയാണ് ചെയ്യൽ. അല്ലെങ്കിൽ 3 മണി 4 മണി നേരത്തെ എണീച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടു ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് പകൽ ഓലൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച ശേഷം 4 മണിൻ്റെയും 10 മണിൻ്റെയും ഇടയിലായിട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് ചെയ്യൽ. ആ ടൈമിലാണ് ക്ലോത്ത് എടുക്കാൻ പോവുക. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അതേപോലെ അതുകൊണ്ട് നന്നായി നമ്മൾ ഈ കുട്ടികളൊക്കെ കരഞ്ഞൊക്കെ സമയത്തൊക്കെ ചെയ്താൽ നമുക്ക് ഒത്തിരി തെറ്റുകൾ വരും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ പുതിയ പുതിയ മോഡലുകൾ ട്രെൻഡുകൾ ഒക്കെ മാറി മാറി വരുന്ന കാലം. പണ്ടത്തെ പോലെയല്ല. ആൾക്കാർക്ക് കസ്റ്റമൈസേഷനോടാണ് താല്പര്യം. ഒരാളുടെ ഡ്രസ്സല്ല ഓൽക്കിടാൻ ഇഷ്ടം, അവരുടെ രീതിക്ക് കസ്റ്റമൈസേഷൻ ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മോഡലുകൾ വരുന്നത് ഇങ്ങനെ നന്നായി പഠിക്കുക. അതേപോലെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങളെല്ലാവരും തമ്മിൽ ഓരോരുത്തരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർക്കും. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഒത്തിരി വർക്കുകൾ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അറിയാത്ത വർക്ക് വരെ എടുക്കുന്നത്. കാരണം നമുക്കറിയാത്ത വർക്കുകൾ മറ്റുള്ളവർ നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതിൽ ഒത്തിരി നാളത്തെ അറിവിൽ ചെയ്ത് ബുട്ടീക്ക് നടത്തുന്നവരും ഇതൊക്കെ ചെയ്യണവരും ഒക്കെ ഉണ്ട്. വീട്ടിലിരുന്നിട്ട് തന്നെ നന്നായി സ്റ്റിച്ച് ചെയ്യണവരും ഓൺലൈനായിട്ട് ചെയ്യണവരും ആര്യ വർക്ക് ചെയ്യണവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ക്യാഷ് ചിലവിൽക്കൊന്നും കിട്ടില്ല. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഒത്തിരി ആളുകൾ പറയണത് കേട്ടിട്ടുണ്ട്, കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരും, അവർ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിപ്പോവും, എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ പറയുന്നതും പറഞ്ഞ് വാങ്ങിപ്പോവും, പൈസ തരത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിലും പുറത്തുനിന്നുള്ളവരാണെങ്കിലൊക്കെ ക്യാഷ് കൃത്യമായിട്ട് തരുന്ന പോലെ ഇനി കേട്ടോ. അപ്പം അതുപോലെ എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ക്യാഷ് തരാൻ മടിക്കണോലുണ്ടാവും. ഓലെ കൊണ്ട് പറഞ്ഞ് വാങ്ങാൻ തന്നെ നോക്കുക. നമ്മൾ പറയാം, നമ്മളത് ഓലെ വിചാരം നമ്മൾ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കണതാണ്. അല്ല, നമ്മളെ സമയത്തിന് വാല്യൂ ഉണ്ട്. നമ്മളെല്ലാ ചെയ്യണ വർക്കിന് നമുക്ക് കറണ്ടും ബില്ല്, നമ്മളെ നൂല് സൂചി ഇതൊക്കെ നമുക്ക് ഒരു വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ അധ്വാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് വാങ്ങാം. മാന്യമായ ഒരു കൂലി നമ്മൾ വാങ്ങാൻ നോക്കുക. ഞാനൊക്കെ ഇവിടെ ജസ്റ്റ് ചുരിദാർ തന്നെ സ്റ്റിച്ച് ചെയ്താൽ 300 രൂപയൊക്കെ വാങ്ങലുള്ളൂ. പുറത്തൊക്കെ നല്ല ക്യാഷ് ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ് വാങ്ങാൻ നോക്കുക. ഞാൻ കറക്റ്റ് ഓരോട് ക്യാഷ് പറയും, ഇത്രയും കുറച്ചിട്ടാണ് നിങ്ങളോട് വാങ്ങണത് എന്നിട്ടോ പറയും. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പിശകാണെങ്കിലും ഞാനത് തിരുത്തി തരും, എന്നോട് കഴിവിൻ്റെ പരമാവധി എന്ന് ഞാൻ അവരോട് പറയും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഓരോരു ആത്മവിശ്വാസം നമ്മൾ വളർത്തിക്കൊണ്ടുവരിക നമുക്കിടയിൽ. കാരണം നമ്മൾ ഇനിയിപ്പോൾ തെറ്റിയാലും ഓളൊക്കെ ശരിയാക്കി തരും എന്നുള്ളത് ഓൾക്ക് തോന്നണം. ആ രൂപത്തിലേക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ മാറ്റി കൊണ്ടുവരണം. എനിക്കൊക്കെ ഞാനിപ്പോൾ അടുത്തൊരു പ്രെയർ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് ഓഫ് വൈറ്റിലായിരുന്നു ചെയ്ത് കൊടുത്തത്. അപ്പോൾ പറഞ്ഞ് വൈറ്റ് വേണ്ട, അത് 1 പീസിലുള്ള, ഇനി ഞങ്ങൾക്ക് വൈറ്റ് വേണ്ട, 2 എണ്ണം ഒപ്പം ചെയ്തു, ഒരാൾക്ക് വൈറ്റ് മതി, മറ്റേ ആൾ വൈറ്റ് വേണ്ട, ഓക്കെ എന്നാൽ വൈറ്റ് നിങ്ങൾ തിരിച്ച് തരും, ഞാൻ വേറെയിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ വേറെയിൽ ചെയ്ത് കൊടുത്ത്. അപ്പോൾ എനിക്ക് വെട്ടി കൊടുത്ത് ചെറുതായിട്ടൊന്ന് അളവ് പാളി. ആ ആൾ നല്ല നീളമുള്ള ആളാണ്. അപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നി അവർക്കത് നീളക്കുറവ് ഉണ്ടാകുമെന്ന്. അപ്പം ഞാൻ കറക്റ്റായിട്ട് സാധനം എത്തിച്ച ശേഷം ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ നിസ്കാരപ്പായ ഇട്ടിട്ട് നോക്കണം, നിങ്ങൾക്ക് നീളക്കുറവ് തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം.
നിങ്ങൾ അപ്പം തന്നെ വിളിക്കണം, ഞാൻ വേറെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ എന്നെ ഓല് വിളിച്ചായിട്ട് ഓല് മോൾക്കാണ് കൊടുത്തത്. അപ്പോൾ മോള് ചോദിച്ചെന്ന് പറഞ്ഞു, ഇനി ഇത് നമ്മൾ മാറ്റാൻ കൊടുക്കുകയാണോ അറിയണം. അപ്പോൾ ഓല് നമ്മൾ പറഞ്ഞണല്ലോ എന്ന് പറഞ്ഞ് അവരെനിക്ക് വിളിച്ച് പറഞ്ഞ്. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ മാറ്റി ചെയ്ത് തരാം, അതെനിക്കൊരു വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞു ഓലോട്. കാരണം നമ്മളിൽ നിന്ന് വന്നൊരു ഫാൾട്ടാണ്, അത് നമ്മൾ തിരുത്തി കൊടുക്കണം. പ്രത്യേകിച്ചും പ്രയർ ഡ്രസ്സ് ആകുമ്പോൾ ഒരിക്കലും കാല് കാണാൻ പാടില്ല. അപ്പം ഓല് നിസ്കരിക്കുന്ന സമയത്ത് ഓലെ കാല് കണ്ടാൽ അത് ചെയ്ത് കൊടുത്ത് നമുക്ക് കൂടി കുറ്റം ഉണ്ടാവും എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും ഞാൻ ക്ലോത്ത് എടുക്കാൻ പോയപ്പോൾ ഓൽക്ക് വിളിച്ച് ഓൽക്ക് വേണ്ട ക്ലോത്ത് ചോദിച്ച് ഇനി അത് ചെയ്ത് കൊടുക്കണം. അപ്പം അതുപോലെ ഓലിൽ നമ്മളൊരു വിശ്വാസം വളർത്തണം. നമ്മളിൽ നിന്ന് എന്ത് തെറ്റ് വന്നാലും അത് നമ്മൾ തിരുത്തി തരുന്നുള്ളത്. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങണമല്ലോ ചെയ്ത് കൊടുക്കണമല്ലോ കുറേ നൂല്, സിബ്, ഇങ്ങനെ മുത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വാങ്ങി വെക്കാതൊക്കെ ആവശ്യത്തിന് മാത്രം നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങുക. അങ്ങനെ നമുക്ക് ഒത്തിരി ഓർഡറുകൾ വരൽ തുടങ്ങിയിട്ട് മാത്രം കൂടുതൽ വാങ്ങി വെക്കുക. കാരണം ഈ നൂലൊക്കെ പറഞ്ഞാൽ കുറേ നാൾ നിന്നാൽ അത് വേസ്റ്റായി പോകും, പിന്നെ പെട്ടെന്ന് പൊട്ടി പോകും. നൂലിനൊക്കെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പൊട്ടി പോകും. അതേപോലെ തന്നെ എപ്പോഴും നൂല് കാര്യങ്ങൾ വിൽക്കണ ഷോപ്പിൽ നിന്ന് മാത്രം നൂല് വാങ്ങുക. ഈ അധികം പോവാത്ത ഫാൻസി സാധാ കടകളിൽ നിന്നൊക്കെ നൂല് വാങ്ങാതൊക്കെ. കാരണം ഞാൻ ഒത്തിരി പെട്ടിട്ടുണ്ട് അങ്ങനെ വാങ്ങിയിട്ട്. ആ നൂലൊന്നോ കൊണ്ടുവന്ന് വെച്ചാൽ പഴക്കം ചെന്ന നൂലേക്കാരം അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോവുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൂല് എപ്പോഴും ഒത്തിരി സെയിലാകണ കടകളിൽ നിന്ന് മാത്രം വാങ്ങുക. അപ്പോൾ ഓലെടുത്ത് വരുന്നത് പുതിയ നൂലുകളായിരിക്കും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഒത്തിരി പുച്ഛത്തോടെ നോക്കണോലും ഓളപ്പോൾ ഓളിപ്പോൾ അത് ചെയ്യണേ, ഓള് ചെയ്താലൊന്നും റെഡിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പുച്ഛിച്ച് കാണണോലൊക്കെ നമ്മൾ വെറുതെ തള്ളി വിടുക. കാരണം ഓലെ നമ്മൾ കാര്യമാക്കിയേ എടുക്കരുത്. ഓല് പറയണത് ഓലെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കുക. കാരണം ഓലിപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എങ്ങനെ ഇപ്പം ഞാനൊരാൾക്ക് ചെയ്ത് കൊടുക്കുക, ഞാൻ ചെയ്ത് കൊടുത്താൽ ഒരു തെറ്റ് പറയോ കുറ്റം പറയോ, ഇങ്ങനെയുള്ള ഈഗോ ആയിട്ട് നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടി മാറ്റിയിട്ട് ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് കഴിയും, എന്ത് തന്നെ വന്നാലും ഞാനത് ചെയ്തിരിക്കും, എനിക്ക് കഴിയും, ഇനിയിപ്പോൾ ആര് തന്നെ തളർത്തിയാലും ഞാനത് ചെയ്തിരിക്കും എന്ന് നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. അതേപോലെ കറക്റ്റ് സമയത്തിന് കൊടുക്കാൻ നോക്കുക. ഇന്നിൽ ഇല്ലാത്ത ഏക ഒരു കാര്യമാണ് ഈ 2025 ഞാൻ മാറ്റാൻ നോക്കുന്ന ഏക കാര്യം അതാണ്. കൃത്യസമയത്തിന് സാധനം കൊടുക്കുക. ഒരാൾ സ്റ്റിച്ച് ചെയ്യാൻ 1 മാസം മുന്നേ കൊണ്ടുവന്നാലും ഞാനതവിടെ ഇങ്ങനെ തങ്കാരം വെക്കും. എന്നിട്ട് തലേന്നോ ഓല് വിളിച്ച് നാളേക്ക് ഡ്രസ്സ് ആയില്ലേന്ന് ചോദിക്കുമ്പോൾ തീരാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ കട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ആ തുണി ഞാൻ എടുത്ത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് എടുക്കലും അടിക്കലും സ്റ്റിച്ച് ചെയ്യലും രാത്രി ഉറക്കമൊഴിച്ചടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് കൃത്യസമയത്തിന് എഴുതി വെക്കുക. അതേപോലെ അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണോടത്ത് ഡേറ്റ് കാര്യങ്ങൾ ഓല് കൊണ്ടുവന്ന കവർമ്മൽ അവിടെയൊക്കെ ഡേറ്റ് കാര്യങ്ങൾ ഓല് പറഞ്ഞത് നമുക്ക് 10-ാം തീയതി വേണമെന്നാണെങ്കിൽ നമ്മൾ അവിടെ 8-ാം തീയതി വേണം കൊടുക്കണം എന്നുള്ളത് എഴുതി വെക്കുക. അപ്പോഴേ നമ്മൾ 10-ാം തീയതി ആകുമ്പോൾ 8-ാം തീയതി ഫുള്ള് ചെയ്ത് ഫിനിഷാക്കി 9-ാം തീയതി നമുക്ക് ഓരോട് വിളിച്ച് പറഞ്ഞ് 10-ാം തീയതി ഓൽക്ക് വരാനാവുള്ളൂ. ഇതിൻ്റെ ഈ 2025 ഞാൻ ഞാൻ എൻ്റെ ഒരു വലിയ ഗോളാണ് ഈ ഒരു കറക്റ്റ് കാര്യം ചെയ്ത് വരിക എന്നുള്ളത്. അതിന് എനിക്കില്ലാത്തൊരു കാര്യമാണ് അത്. കറക്റ്റ് ടൈമിന് കൊടുക്കുക, കറക്റ്റ് ഡ്രസ്സ്. ഇന്നൊരാൾ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന എത്ര തിരക്കുണ്ടെങ്കിലും അത് കട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ നോക്കുക. കാരണം ഇന്നൊരാൾ കൊണ്ടുവന്ന് ഒന്നും സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇനിയുണ്ടല്ലോ ഒരാഴ്ച ചെയ്യാൻ കാത്ത് വെക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ ആ ഒരാഴ്ചക്ക് വെച്ച് ആ ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് 4 ദിവസം 5 ദിവസം ഫ്രീ ഉണ്ടാവും. അത് നമ്മൾ ചെയ്യാതെ വെക്കുമ്പം ചിലപ്പോൾ 5 ദിവസം ആകുമ്പോഴത്തേക്കാരും ഒത്തിരി വർക്ക് നമുക്ക് പിന്നീട് വരില്ല. അപ്പോൾ ഈ വർക്കും ചെയ്യാൻ കഴിയൂല, ആ വർക്കും ചെയ്യാൻ കഴിയാതെ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കും. ഈ കൃത്യസമയത്തിന് ചെയ്യൽ നമ്മളെ ടെൻഷൻ ഒഴിവാക്കി നമുക്ക് ഫ്രീ ആയ മൈൻഡോട് കൂടി ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. അതേപോലെ ഇതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ അറിവുകൾ പഠിക്കാൻ നോക്കുക. അതും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാകുമ്പോൾ ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, നല്ല പെർഫെക്റ്റായി തന്നെ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ 2025 ഒരു സ്റ്റിച്ചിങ് മോട്ടിവേഷനായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആൾക്കാർ സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ ക്യാഷ് കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കാൻ നോക്കുക. എല്ലാവർക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മറ്റുള്ളവരിൽ അറിയാൻ നോക്കുക. അതേപോലെ തന്നെ ഈ സ്റ്റിച്ച് ചെയ്യണവരോട് പ്രത്യേകം അവനവൻ ചെയ്യണ ജോലിക്കുള്ള ക്യാഷ് അവനവൻ ചോദിച്ച് വാങ്ങാൻ പഠിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. വാങ്ങാത്തിടത്തോളം കാലം മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സോ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.